ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് പുതിയ ഭഗവതിയെയാണ്. തീക്കനൽ പന്തത്തിന് നടുവിൽ എരിയുകയാണെങ്കിലും അവൾ എന്നും പുതിയവളായി നിൽക്കും. ഭഗവതിയുടെ ഐതിഹ്യകഥകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. വില്ലാപുരത്ത് കോട്ടപ്പടിയിൽ 7 ആങ്ങളമാർക്ക് നടുവിൽ വളർന്ന ഒരേ ഒരു കന്യാവ്. മൂവാണ്ടിൽ മുടിപൊലിച്ചു, അയ്യാണ്ടിൽ കയ്യെഴുതി മെയ്തെളിഞ്ഞു. നേരവും നക്ഷത്രവും നോക്കി തൃക്കാതുകുത്തി കുണ്ടലവുമിട്ടു. കോടി സൂര്യപ്രഭയേറും കന്യാവിനെ കണ്ണിൽ കാണാൻ പാരം വിനയാകുന്നു ആങ്ങളമാർക്ക്. കാൺകെ കാൺകെ കന്യാവിന്റെ കണ്ണിൽ തീക്കനൽ പാറുന്നു. നീളവും നാക്കിന് ചോര പൊടിയും കന്നിപ്പെങ്ങൾക്ക്. വാക്കും പരുത്ത ശബ്ദവുമേറുന്നു നേർപ്പെങ്ങൾക്ക്. ഇനി എന്ത് മതിയും കൊതിയും കെടുവാൻ മാർഗമെന്നറിഞ്ഞ് ആങ്ങളമാർ ഉഴലുന്നു. നേരത്തും നാഴികയ്ക്കും ആഹാരം നൽകുവാൻ നേരാങ്ങളമാർ നേരം കളയാതെ വേട്ടയാടി. കാട്ടിൽ മൃഗമൊഴിഞ്ഞു, നാട്ടിനാദി പെരുത്തു. ചോരക്കൊതിയേറും നേർപ്പങ്ങൾക്ക് ചോരയൊരുക്കുവാനിറങ്ങിയ നേരാങ്ങളമാർ ആരാലോ അറുകൊല ചെയ്യപ്പെട്ടു. വില്ലാപുരത്ത് കോട്ടയിൽ കന്യാവിന് അരിശം വന്നു. ഉള്ളിലെ കണ്ണു തെളിഞ്ഞു. നടന്ന കഥയറിഞ്ഞു. അരിശം അതിവ്യസനമായി മാറി കന്യാവിന്. ഇനി ഇരിക്കയില്ലെവിടെ എന്ന് ശടിച്ച് ചാടി എഴുന്നേറ്റു. കോട്ടയിൽ കെട്ടിത്തൂക്കിയ എണ്ണഭരണി ഇറക്കി മേലാകെ തേച്ചു. തിരുമുടിയിൽ നല്ലെണ്ണ നാഴികളന്നൊഴിച്ചു. ചിറ കലക്കി നീരാടി വന്ന് കോട്ട ഞെട്ടുമാറ് 3 അട്ടഹാസം മുഴക്കി. ചേടകവാളും ചെറുപരിചയും തൊഴുതെടുത്ത് മനമറിഞ്ഞുരിയാടി. ഞാൻ ഇറങ്ങുന്നോരാരംഭമറിയണം മലനാട്, ഞാൻ ഇറങ്ങുന്ന നേരവും നാളും അറിയണം മാലോകർ. ഞായറന്നു രാത്രി ഉദിക്കും നേരം പാരമരിശം കലർന്ന് തുടങ്ങിയ ഘോരാട്ടഹാസം നാടാകെ മുഴങ്ങി. പിന്നെ നേരമുദിച്ച് നട്ടുച്ചയായപ്പോൾ കോട്ടവാതിൽ 4 മടച്ച് കോട്ടയ്ക്കു തീ കൊടുത്തു. ഭൂതത്താന്മാർ 4 4 ഭാഗത്തും കാവലിരുത്തി. ഈ നടുവിൽ പീഠമിട്ട് അലറി ഹട്ടാസിക്കുന്നു ദേവകന്യാവ്. കോട്ട കത്തിയമർന്ന കനൽ ചൂട്ടിൽ ദേവകന്യാവ് പുതിയ ഭഗവതിയായി പുറത്തിറങ്ങി. പ്രപഞ്ചം കിടുകിടാ വിറച്ചു. നാടിറങ്ങിയ പുതിയ ഭഗവതി താതോടർ നാലമ്പലം കണ്ട് പടിപ്പുര പോകി വിളി കൊടുത്തു. വിളി അട്ടഹാസം കേട്ടുണർന്ന വീരകാളിയമ്മ 3 വിളി കൊടുത്താരെന്ന് ചോദിച്ചു. വില്ലാപുരം ചുട്ടുവന്നവളെന്ന് മറുപടി കേട്ട് വീരകാളിയമ്മ പറഞ്ഞു. ആളേറെ കൊന്നിതോ ഒരു അസുരകാളിയെങ്കിൽ ഞങ്ങളിതോ ഒരു കൂട്ടത്തിൽ വരിക വേണ്ട. അത് കേട്ട് അരിശം വന്ന പുതിയ ഭഗവതി തീയാളും കണ്ണുലർത്തി നിന്ന നിലയിലൊന്നുറഞ്ഞാടി. കലിയടക്കാൻ പാടുപെട്ടു. നേരെ മന്തിയാവോളം നാലമ്പലത്തിൻ മുറ്റത്ത് കഴിച്ചുകൂട്ടി. മൂവന്തി നേരത്ത് തെക്കുനിന്ന് വടക്കോട്ട് വഴിയാത്ര പോകും ബ്രാഹ്മണനെ തക്കത്തിൽ കണ്ട് ഭഗവതിക്ക് കൊതിയേറി. മധുരമുള്ള വാക്കുരിയാടി ഞാനും അങ്ങോട്ടു തന്നെ എന്ന് മൊഴിഞ്ഞ് ബ്രാഹ്മണനോടൊപ്പം കൂടി. വഴിനീളെ ഭഗവതി കുലുങ്ങിച്ചിരിച്ചു. യുവാവിന് അകം കോരിത്തിരിച്ചു. പാടാർകുളങ്ങരെ എത്തിയ പാതിരാവിൽ ഭഗവതിക്ക് നീരാടാൻ കൊതി. ബ്രാഹ്മണനെയും നീരാട്ടിന് ക്ഷണിച്ചു. ബ്രാഹ്മണൻ 6ാം പടിയിറങ്ങി. 7ാം പടവിലെത്തിയ നേരം ഭഗവതി ചാടി വീണ് കഴുത്തറുത്ത് ചോര കുടിച്ചു. ഒഴുകി വീണ് ചോര കലങ്ങി പാടാർക്കുളം ചോരക്കുളമായി. ദാഹം ശമിച്ച ഭഗവതി പിന്നെയും വടക്കോട്ടു നടന്നു. തെങ്ങു നിറഞ്ഞ കക്കുടിത്തണ്ടയാന്റെ പറമ്പിലൂടെ വഴി നടക്കുമ്പോൾ ആലയിൽ കാലിമരണ്ടു. ആല പൊളിച്ചവ 4 പാടും കുതറിയോടി. ബഹളം കേട്ടുണർന്ന കക്കുടിത്തണ്ടയാൻ പരിഭ്രമിച്ചു. പുറത്തേക്കിറങ്ങി. എന്നുമില്ലാതൊരു പുകില് കണ്ട് അരിശം വന്ന കക്കുടിത്തണ്ടയാൻ പശുക്കളെ പേർ ചൊല്ലി വിളിച്ചു. കത്തിച്ചു പിടിച്ച ചൂട്ടുകറ്റയുയർത്തി ആലയിലേക്ക് അണഞ്ഞ തണ്ടയാൻ ഒന്നേ നോക്കിയുള്ളൂ. തണ്ടയാന്റെ തൊണ്ടയിൽ ഒരാർത്ഥനാദമുയർന്നു. കക്കുടിത്തണ്ടയാന്റെ രുദ്രം കുടിച്ച് ഉന്മാദിനിയായ പുതിയ ഭഗവതി വീണ്ടും വഴക്കോട്ടു തന്നെ നടന്നു. നാടും നാട്ടാരും കിടിലം കൊണ്ടു. കുക്കിലെ ശ്വാസം കുറുകി നിന്നു. ആഴക്കടലിൽ വലയെറിഞ്ഞ് വലനിറയെ മീനുമായി കരയണയുന്ന മുക്കുവന്മാരെ കണ്ട് ഭഗവതിയുടെ നാക്കിൽ കുതിയൂറി. കോട്ടിക്കുളം കടപ്പുറത്ത് പൂഴിയിൽ പതിയിരിക്കുന്ന ആപത്തറിയാതെ മുക്കുവർ മീനുമായി നടന്നെത്തി. ഒരു നിമിഷം കൊണ്ട് മുക്കുവരുടെ ദീനരോധനം കടപ്പുറമാകെ മുഴങ്ങി. വാർത്ത കേട്ടു നടുങ്ങിയെങ്കിലും കോട്ടിക്കുളം വാഴും തമ്പുരാനും പടയാളികളും കടപ്പുറത്തേക്ക് കുതിച്ചു. പിറ്റേന്ന് പുലർന്നപ്പോൾ തമ്പുരാനും പടയാളികളും മരിച്ചു കിടന്ന കാഴ്ചയാണ് ജനങ്ങൾ കണ്ടത്. ഘോരരൂപിണിയായ ഭഗവതിയെ അകന്നൊന്ന് പാടിപ്പുകഴ്ത്തിയ
കരക്കൂട്ടത്തിന്റെ മുന്നിൽ പുതിയ ഭഗവതി സംപ്രീതയായി പ്രത്യക്ഷയായി. ആ കണ്ട രൂപത്തിൽ പിന്നീട് പുതിയ ഭഗവതിയെ ഭക്തജനങ്ങൾ തെയ്യക്കോലമായി കെട്ടിയാടിച്ചു. പുതിയ ഭഗവതിയെ കുറിച്ച് പറയുന്ന മറ്റൊരു കഥ ഇതാണ്. മഹാദേവൻ ചീറുമ്പയെയും ദണ്ഡനെയും ഖണ്ഡകർണനെയും ജനിപ്പിച്ചപ്പോൾ തമ്മപ്പന്റെ മുഖത്തേക്ക് 3 മണി തൃക്കുരിപ്പ് വാരി വിതച്ചു ചീറുമ്പ. രോഗം ദേവകൾക്കും പടർന്നു പിടിച്ചു. കുരിപ്പ് മാറ്റാൻ മൂർത്തിയൊന്നു വേണമെന്നു നിശ്ചയിച്ച് 10 പട്ടേരിമാരെ വരുത്തി ഹോമം കഴിപ്പിച്ചു. ശ്രീ പരമേശ്വര പ്രസാദത്താൽ ഹോമാഗ്നിയിൽ പൊടിച്ചു വന്ന ഭഗവതിയാണ് പുതിയ ഭഗവതി. തമ്മപ്പന്റെയും ദേവകുലത്തിന്റെയും രോഗം ശമിപ്പിച്ച ഈ ഭഗവതി പിന്നീട് രോഗനിവാരണത്തിന് വേണ്ടി ഭൂമിയിൽ ഇറങ്ങിയതാണത്രേ. മലയരികെ കൂടി വസൂരി വിതയ്ക്കാൻ ശ്രീകൂറുമ്പയും രോഗം ശമിപ്പിക്കാൻ കടലരികെ കൂടി പുതിയ ഭഗവതിയും മലനാട് ഇറങ്ങിയതാണത്രേ. ഇത്തരത്തിലാണ് പുതിയ ഭഗവതിയുടെ 2 ഐതിഹ്യ കഥകൾ പ്രചരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. എങ്കിലിനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം.